ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവരായണക്കുളം അമ്പലത്തിലേക്കാണ് ട്ടാ. അപ്പൊ ഞാനും കണ്ണനും മാത്രമേ ഉള്ളൂ. ഇറങ്ങിയപ്പോ തന്നെ നല്ല മഴക്കാരും നല്ല മഴയും പൊടിയുന്നുണ്ടായിരുന്നു. മഴ പെയ്യുമെന്ന് വിചാരിച്ചത്, പക്ഷെ മഴ പെയ്തില്ല. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ പഴയ കണ്ട ഒരു കളിപ്പാട്ടമൊക്കെ കണ്ടിട്ട് അതൊന്ന് ഉരുട്ടി കളിച്ചത് അമ്പലത്തിലെത്തി. അമ്പലത്തിലെത്തിക്കഴിഞ്ഞപ്പോ തന്നെ ക്യൂ കണ്ട് ആകെ അന്തം വിട്ടു. ഒരു രക്ഷയില്ലാത്ത തിരക്കാർന്ന്. ഞങ്ങൾ പോയത് തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ പറയേണ്ട കേസിലില്ല. ഒരു രക്ഷയില്ലാത്ത തിരക്ക്. പിന്നെ ഈ ക്യൂവിന്റെ അറ്റം തപ്പി പോയത് തന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ പോയി. അത്രയും വലിയ ക്യൂ ആയതുകൊണ്ട് തന്നെ ചില വീടിന്റെ മുമ്പിലൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്നൊക്കെ എടുത്ത് കുടിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ക്യൂവിലേക്ക്, ഈ ഒരു പറമ്പിലെ ക്യൂവിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഗ്ലാസ് വെള്ളം പോലും ആരും എവിടെ നിന്ന് കിട്ടിയില്ലായിരുന്നു. കുറെ പേര് തലയൊക്കെ കറങ്ങി വീണാർന്ന്. പിന്നെ അത് ഒച്ചപ്പാടൊക്കെ എടുത്ത് അവര് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടാ. ഇത് നേരത്തെ കൊടുക്കായിരുന്നെങ്കിൽ നല്ലൊരു ഉപകാരമായിരുന്നേനെ. പിന്നെ നേരെ നടപ്പന്തലിലേക്ക് കയറി. അവിടെ കയറി കുറച്ചു നേരം ആ തൂണുമ്മ കയറി ഇരുന്ന്. അവിടെ കുറച്ച് ഫാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പൊടിയുടെ ഇടക്ക് ആ ഫാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത്രക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല. വർഷത്തിൽ 12 ദിവസം മാത്രമാണ് ഈ അമ്പലം തുറക്കുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കണ്ണൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. അതാണ് വെർച്വൽ ക്യൂ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു. പക്ഷെ അത് ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഫുൾ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ മഞ്ഞ വഴിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എങ്ങനെ വന്നാലും 3-3.5 മണിക്കൂറല്ലേ ശബരിമലയുടെ അത്ര വരില്ലല്ലോ തോന്നുന്നു. പക്ഷേ ഇത് 11:30 ക്യൂ നിന്നിട്ട് വൈകിട്ട് 6:30 നമുക്ക് ദർശനം. മാംഗല്യഭയത്തിന്റെ നോട്ടീസ് ഓടിയിട്ട് ഈ കണ്ണപ്പന്റെ മുഖത്തൊരു ചിരി. അത് കഴിഞ്ഞ് ഞങ്ങളിത് അരവണ വാങ്ങാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിന്ന് അരവണയും കുറച്ച് നുറുക്കും പൊരിയും അത് ഇതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് തന്നെ വഴി തെറ്റിപ്പോയി. നേരെ അപ്പുറം വഴിയൊക്കെ പോയി പിന്നെ കറങ്ങി തിരിഞ്ഞ് എങ്ങനെയെങ്കിലും ഫ്രണ്ടിലെത്തി. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് ഫുഡ് കഴിക്കാൻ കയറി. അപ്പോഴത്തെ ബൈ ബൈ.